ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പണി ഇവൻ പറഞ്ഞതുപോലെ എടുക്കും. ഇവൻ ഒരു വക പഠിക്കാത്തതുകൊണ്ടും പിന്നെ ഇവൻ ഈ ദുബായിൽ നിന്ന് വന്നുകൊണ്ടും ഈ എല്ലാ ലോക മലയാളി അച്ഛനമ്മമാരെ പോലെ തന്നെയും ഇവനും വീടിനെ പുറത്തേക്ക് വിടാറില്ല. പുറത്തേക്ക് വിട്ട ആഗോളതാപനം മൂലം ഇവൻ്റെ ബുദ്ധി ഉള്ളതും കൂടി നശിച്ചു പോകുമെന്നാണ് ഇവരുടെ ഒരു നിഗമനം. അപ്പം ഇവനെ പുറത്തുവിടാത്തത് ഇവർക്ക് ആർക്കും അറിയില്ല. ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ മൂത്തമ്മയും ഇവൻ്റെ മൂത്തമ്മയുടെ മരുവോളും കൂടി ഒരു ദിവസം വന്നു. ഞാനും ഇവനും വീട്ടിൽ നിന്ന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ആ മൂത്തമ്മയ്ക്ക് എന്തോ 500 രൂപയ്ക്ക് ചില്ലറ വേണമെന്ന് പറഞ്ഞു. അപ്പം ഇവന് ഭയങ്കര സന്തോഷം. ഇവൻ കേട്ട വാതി കേൾക്കാത്ത വാതി. മൂത്തമ്മ പറഞ്ഞു, നീ ആ മുന്നിലുള്ള പലചരക്കടയിൽ ചില്ലറ ഉണ്ട് 500 രൂപയ്ക്ക് നോക്കുക. കേട്ട വാതി കേൾക്കാത്ത വാടി ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട മാതിരി ആ പീടിയിലേക്ക് ഓടിച്ചെന്ന് അവിടെ നിന്ന് വളരെ നിരാശനായി തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ ഇല്ലാന്ന്. തിരിച്ചു വന്നപ്പോൾ മരോളായിരുന്നുള്ളത്. മരോള് പറഞ്ഞു, നീ ഇന്ന് അങ്ങാടിയിലൊന്ന് പോയി നോക്കുമെന്ന്. വെറുതെ ഇരിക്കുമ്പോൾ അമേരിക്കയിലേക്ക് വിസ കിട്ടിയ രമേശ് ചേട്ടനെ പോലെ ഇവനൊരു ഒറ്റ ഓട്ടം ഓടിയിട്ട് സകലമാന പീടികളിലും കയറി ഇറങ്ങുക. ഞങ്ങളുടെ ഒരു കാര്യസ്ഥനുണ്ട്, പുള്ളി അഹമ്മദ് എന്നാ പേര്. പുള്ളി വെള്ളയും വെള്ളയൊക്കെ ഇട്ടിട്ട് നമ്മളെ ലാലേട്ടൻ മെലിഞ്ഞൊട്ടിയിട്ട് ഒരു മീശയൊക്കെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ്. പുള്ളി നോക്കുമ്പോൾ പൂമ്പാറ്റ പരാഗണം ചെയ്യുന്ന മാതിരി ഒരു സാധനം ഇങ്ങനെ കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നു. എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചാൽ എന്താ കാര്യം എന്താ? അവൻ പറഞ്ഞു, ഞാനിങ്ങനെ 500 രൂപയ്ക്ക് ചില്ലറുണ്ടോ നോക്കാൻ വന്നതാണ്. അപ്പോൾ അയമാക്ക് പറഞ്ഞു, നീ ഇവിടെ നോക്കിയിട്ടൊന്നും കാര്യമില്ല കുട്ടി റേഷാപ്പ് പോയി നോക്കിയായിരുന്നു. അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് പുള്ളിയും കൂടി കൂട്ടം ചെന്ന്. അവിടെ ചെന്ന് റേഷോപ്പിൻ്റെ മുന്നിലാണെങ്കിൽ ജനപ്രവാഹം. ഈ ഒടിയൻ്റെ ഫസ്റ്റ് ഡേക്ക് ടിക്കറ്റ് എടുക്കാൻ ചെന്ന മാതിരി വൻകിട ആൾക്കാർ. ഇവൻ അവിടെ ചെന്ന് ഒരു 500 രൂപയ്ക്ക് ചില്ലറ വയ്ക്കാൻ ചെന്നപ്പോൾ അവിടുന്ന് ഒരാൾ പിടിച്ച് തള്ളി ഇവനെ. പടം മാറി, ലൂസിഫറായി. അയമാക്ക മുണ്ടങ്ങ് മടക്കി ചെന്ന് ഇവരുടെ അടുത്തേക്ക്, എന്താണ് എൻ്റെ കുട്ടി 500 രൂപയ്ക്കല്ല ചില്ലറ വെച്ചു പറഞ്ഞിട്ട് ആകെ ബഹളം. കച്ചറയായി അയമാക്കനെ തല്ലി. ഇവരിതായി. അയമാക്കൻ്റെ ഷർട്ട് കീറി, അയമാക്കൻ്റെ ഷർട്ടിൽ ചളിയായി, ബട്ടൺസ് പൊട്ടി, പോക്കറ്റ് കീറി, ആകെ സീനായ പോലത്തെ. റേഷാപ്പരം പേടിച്ചിട്ട് വേഗം തൈ 5, 20, 10. കാരണം റേഷോപ്പല്ലേ, അവിടെ 5, 20 ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. വേഗം എടുത്ത് കഴിഞ്ഞാൽ 500 ചില്ലറ ആക്കി. എന്നാ അയമാർ 500 ചില്ലറ കൊണ്ടുപോയിക്കാറ്. അയമാക്ക അതങ്ങോട്ട് വാങ്ങിട്ട് തന്നെ, എന്നാ കുട്ടിയെ 500 ചില്ലറ കൊടുക്കുക, 500 ഒറ്റനോട്ട് അങ്ങോട്ട്. വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ചിരി ചിരിച്ചുകൊണ്ട് അവൻ അയമാക്കനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് അതിന് 500 രൂപേൻ്റെ ഒറ്റനോട്ടില്ല. അയമാക്ക വെച്ച്, അല്ല കുട്ടിയല്ല അപ്പം 500 രൂപയ്ക്ക് ചില്ലറ വാങ്ങാൻ വന്നു ചോദിച്ച്. 500 രൂപയ്ക്ക് ചില്ലറ വാങ്ങാനല്ല, 500 രൂപയ്ക്ക് ചില്ലറ ഉണ്ടോ നോക്കാനാണ് മൂത്തമ്മനോട് പറഞ്ഞത്. ഞാൻ പോട്ടെ, കുറച്ച് കഞ്ഞി എടുക്കട്ടെ അഹമ്മദേ. താങ്ക് യു.